നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം കഴിഞ്ഞ് നടയടച്ചതോടെ യോഗനിദ്രയിലാണ് അയ്യപ്പൻ. ധ്യാനത്തിൽ മുഴുകുന്ന അയ്യപ്പൻ മറ്റൊന്നും അറിയില്ലെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ യോഗനിദ്രയിലേക്ക് പോയിട്ടും അയ്യപ്പൻ കാട്ടുകള്ളന്മാരെ വെറുതെ വിടുന്നില്ല. ആ തലകൾ ഓരോന്നായി എണ്ണി തീർക്കുകയാണ്. ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഇടപെടലുകളിൽ നിന്ന് അതാണ് ബോധ്യപ്പെടുന്നതെന്ന് വിശ്വാസികൾ ശരണം വിളിക്കുന്നു. ശാന്തസ്വരൂപനാണ് ശബരിമലയിലെ പ്രതിഷ്ഠ. പ്രതികാരം വീട്ടാൻ അയ്യപ്പൻ KGF-ലെ റോക്കി ഭായ് അല്ല എന്ന് മുൻപൊരു ചാനൽ ചർച്ചയിൽ രാഹുൽ ഈശ്വർ വാചകമടിച്ചിരുന്നു. ധ്യാനത്തിലിരിക്കുന്ന ശാന്തസ്വരൂപനാണെങ്കിലും മഹിഷിയെ നിഗ്രഹിച്ച ഉഗ്രരൂപവും അയ്യപ്പൻ ഉണ്ടായിരുന്നു എന്ന കഥ ഓർക്കണം. സ്വർണവും സമ്പത്തും ഒന്നും അയ്യപ്പൻ ആവശ്യമില്ല. പക്ഷേ ലോകത്തിന്റെ പല കോണിൽ നിന്ന് കല്ലും മുള്ളും കാനനപാതയും മലയും താണ്ടി വരുന്ന ഭക്തർ കാണിക്കയായി സമർപ്പിക്കുന്നതും കള്ളന്മാർ അടിച്ചുകൊണ്ടുപോയാൽ അയ്യപ്പൻ അങ്ങനെയങ്ങ് വെറുതെ ഇരിക്കുമോ? അയ്യപ്പൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന പണിയിലാണ് കള്ളന്മാരിപ്പോൾ തീക്കുണ്ടത്തിൽ വീണ് വെന്തുരുകുന്നതെന്ന് വിശ്വാസികൾ തുറന്നടിക്കുന്നു. ദൈവത്തെ കൊള്ളയടിച്ചു എന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടായിരുന്നു സുപ്രീം കോടതി വാസുവിന്റെ ജാമ്യാപേക്ഷ കീറിയെറിഞ്ഞത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അറസ്റ്റിലായവർക്ക് നേരെ തീതുപ്പുകയായിരുന്നു. കോടതികൾ ഒരിഞ്ചു കുലുങ്ങാതെ സ്വർണം നക്കികളെ ഇട്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. കൊള്ളയടിച്ചു കൊണ്ടുപോയതും കൊണ്ട് തിന്നു പുളയ്ക്കാൻ ഒരുത്തനെയും അയ്യപ്പൻ അനുവദിക്കുന്നില്ല. കാട്ടുകള്ളന്മാർക്ക് തല പിളർക്കുന്ന അടുത്ത അടി ഇപ്പോൾ കിട്ടി. പത്മകുമാർ, വാസു, മുരാരി ബാബു ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നു. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും നീക്കം തുടങ്ങിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വത്തുവകകൾ ED കണ്ടുകെട്ടിയിരുന്നു. സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ പോകുന്നു എന്ന വിവരം ജയിലിലേക്ക് എത്തിയതോടെ ഭ്രാന്തിളകി പിച്ചും പേയും പറയുകയാണ് പത്മകുമാർ. അയ്യപ്പന്റെ സമ്പത്ത് കൊണ്ട് ഉണ്ടാക്കിയതെല്ലാം തിരിച്ചെടുക്കാൻ ED ഇറങ്ങുമ്പോൾ വാസുവിനും നിലതെറ്റി. പ്രതികളുടെ സ്വത്തുക്കളെ കുറിച്ച് അന്വേഷണത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി. എവിടെയെല്ലാം ഇവർക്ക് സ്വത്തുവകകൾ ഉണ്ട്, ബിനാമി ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, കുടുംബത്തിൽ ആരുടെയൊക്കെ പേരിൽ സ്വത്തുക്കൾ ഉണ്ട്, ഈ പണം ഉപയോഗിച്ച് കുടുംബാംഗങ്ങൾ സ്വർണമോ മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളോ വാങ്ങിയിട്ടുണ്ടോ തുടങ്ങിയ അറ്റവും മൂലയും എല്ലാം പരിശോധിക്കുകയാണ്. അങ്ങനെയെങ്കിൽ മുരാരി ബാബുവിന്റെ പെരുന്നയിലെ തേക്കിൻ കൊട്ടാരം തന്നെ ED പിടിച്ചെടുക്കും. ED നടത്തിയ വ്യാപക റെയ്ഡിൽ തന്നെ ഏകദേശം കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരുന്നു. കള്ളന്മാരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവതുല്യനിലേക്കാണോ ഇനി പോകുന്നതെന്ന് കണ്ടറിയണം. എന്തായാലും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവർക്കെല്ലാം തുടരെ അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും പുറത്തേക്ക് ഇറങ്ങാനും കഴിയുന്നില്ല. എന്നാൽ ഒരു വഴിക്കൂടെ EDയും SITയും ഹൈക്കോടതിയും ഉഗ്രരൂപമെടുത്ത് മുച്ചൂട് മുടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കള്ളന്മാരുടെ. തുടക്കത്തിൽ ശബരിമലയിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചിലത് മാത്രമേ കളവ് പോയുള്ളൂ എന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ കൊള്ളയുടെ മഞ്ഞുമലയുടെ അറ്റം മാത്രമായിരുന്നു പുറത്തേക്ക് വന്നതെന്ന് പിന്നീട് ഓരോ മലയാളിക്കും മനസ്സിലായി. സ്വർണപ്പാളിയും ദ്വാരപാലകന്മാരെയും കട്ടിളപ്പടിയും മാത്രമല്ലല്ലോ, സകലതും തൂത്തുവാരി പെറുക്കി കൊണ്ടുപോയില്ലേ ഇവന്മാർ. യോഗനിദ്രയിലേക്ക് അയ്യപ്പൻ പോകുമ്പോൾ അയ്യപ്പനെ അണിയിക്കുന്ന രുദ്രാക്ഷമാലയിലും ദണ്ടിലും വരെ കൈവച്ചു എന്നുള്ള വിവരം നമ്മൾ ആദ്യം കേട്ടിരുന്നു. കൊള്ളയുടെ വ്യാപ്തി പരിശോധിച്ചാൽ ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നില്ലെങ്കിൽ അയ്യപ്പനെ വരെ തൂക്കി കടൽ കടത്തിയേനെ. അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന രുദ്രാക്ഷമാലയും യോഗദണ്ഡും സ്വർണം പൂശാൻ കൊണ്ടുപോയതിലെ ദുരൂഹത ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നുണ്ട്. കൊണ്ടുപോയ യോഗദണ്ഡും രുദ്രാക്ഷമാലയും തന്നെയാണോ തിരിച്ചു കൊണ്ടുവന്നത് എന്ന കാര്യത്തിലാണ് സംശയം ബലപ്പെടുന്നത്. ശ്രീകോവിലിനുള്ളിലെ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന രുദ്രാക്ഷമാലയിൽ സ്വർണം കെട്ടണമെന്നും യോഗദണ്ഡിൽ സ്വർണം പൂശണമെന്നും 2018 ദേവസ്വം ബോർഡിന് ഒരു ആഗ്രഹമുണ്ടായത്. മാസപൂജ കഴിഞ്ഞ് നടയടച്ചപ്പോൾ രുദ്രാക്ഷമാലയും യോഗദണ്ഡും സ്വർണം പൂശാനായി കൊണ്ടുപോകുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത നട തുറക്കുന്നതിന് മുൻപ് തിരിച്ചെത്തിയതായിട്ടും ബോർഡ് അധികൃതർ ജീവനക്കാരെ അറിയിച്ചത്. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്ന കാലത്ത് പന്തളം കൊട്ടാരം സമർപ്പിച്ചതാണ് യോഗദണ്ഡ്. ഹരിവരാസനത്തിന് ശേഷം അയ്യപ്പൻ നിദ്രയിലേക്ക് പ്രവേശിക്കുമ്പോൾ യോഗദണ്ഡും രുദ്രാക്ഷമാലയും അണിയിച്ചു വരുന്നു. തുടർന്ന് ഭസ്മാഭിഷേകം ചെയ്താണ് യോഗനിദ്രാവസ്ഥയിലേക്ക് കടക്കുന്നത്. 2019 മാർച്ച് 16 ദേവസ്വം ബോർഡ് തീരുമാനപ്രകാരമാണ് സ്വർണം ചുറ്റാൻ യോഗദണ്ഡും രുദ്രാക്ഷമാലയും പുറത്തെടുത്തത്. ജയശങ്കർ പത്മൻ എന്ന വ്യക്തിയെ പണിക്ക് ചുമതലപ്പെടുത്തിയെന്ന് രേഖകളിലുമുണ്ട്. സ്വർണ്ണപ്പണിക്കാർ യോഗദണ്ഡിലെ സ്വർണ്ണ ചുറ്റുകൾ തൂക്കി 19.2 ഗ്രാം സ്വർണമെന്ന് തിട്ടപ്പെടുത്തി. പിന്നീട് 44.54 ഗ്രാം സ്വർണം ഉപയോഗിച്ച് 18 സ്വർണ്ണ ചുറ്റുകളും അടിഭാഗത്ത് സ്വർണ്ണ കപ്പും തീർത്തു. രുദ്രാക്ഷമാലകൾ
പുളിഞ്ചിക്കായ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കിയതായും 2019 ഏപ്രിൽ 14 തയ്യാറാക്കിയ മഹസറിൽ വ്യക്തമാക്കുന്നുണ്ട്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ സസ്പെൻഷനിലായ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മുരാരി ബാബു, വിരമിച്ച എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ, തിരുവാഭരണം കമ്മീഷണർ KS ബൈജു എന്നിവർ മഹസറിൽ ഒപ്പുവെച്ചിട്ടുമുണ്ട്. അതായത് രണ്ടിന് പിന്നിലും ഒരേ ടീമാണുള്ളത്. ഈ രണ്ട് വസ്തുക്കളിലും അന്വേഷണം നടത്തി പഴയത് തന്നെയാണോ അതോ മുക്കിയോ എന്നുള്ളതും കണ്ടെത്തണം. ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ട് പോയത് ഓരോന്നായി ഇപ്പോൾ തിരികെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഹൈക്കോടതി അവിടെ പോയിട്ടുള്ള എല്ലാ വസ്തുവകകളുടെയും കണക്കെടുത്തു തുടങ്ങിയപ്പോൾ പല കാര്യങ്ങളിലും അന്വേഷണം മുറുകിയപ്പോഴാണ് ഇപ്പോൾ കാണാതായത് പലതും ശബരിമലയിൽ തന്നെ തിരിച്ചെത്തുന്നത്. നമ്മൾ കൊടിമരത്തിലെ വാജിവാഹനം പോയത് വാർത്തയായി പുറത്തു വന്നിരുന്നു. അതിനുശേഷം വാജിവാഹനം ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് SIT. അതിനു മുൻപ് പോയ മറ്റൊരു വസ്തുവുണ്ട്. അതായത് ഇതേ കൊടിമരത്തിലെ തന്നെ അഷ്ടദിക്പാലകർ, ആ വിഗ്രഹം കാണാനേ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിൽ അന്വേഷണം വന്നപ്പോഴത്തേക്ക് പൊടുന്നനെ സ്ട്രോങ് റൂമിലെ ചാക്കിൽ കെട്ടിയ നിലയിൽ അത് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ കൊണ്ടുവച്ചു എന്നുള്ളത് ഏകദേശം വ്യക്തമാകുകയാണ്. ശബരിമലയിൽ കൊള്ള നടത്തിയ ഒരുത്തരെയും വെറുതെ വിടുന്നില്ല കോടതികൾ. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N വാസു നൽകിയ ജാമ്യാപേക്ഷ കോടതി കീറിയെറിയുകയായിരുന്നു. വിശ്വാസിയെന്ന് അവകാശപ്പെടുന്ന നിങ്ങൾ ദൈവത്തെ കൊള്ളയടിക്കുകയാണോ എന്ന് ജാമ്യഹർജി തള്ളിക്കൊണ്ട് ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ചോദിച്ചത്. സ്വർണ്ണപ്പാളികളിൽ വീണ്ടും സ്വർണം പൂശുന്നത് എന്തിനാണെന്നും സുപ്രീം കോടതി ചോദിച്ചു. അന്വേഷണത്തിലെ പ്രധാന നടപടികളും തെളിവ് ശേഖരണം ഉൾപ്പെടെ പൂർത്തിയായതിനാൽ ഇനി തന്റെ കസ്റ്റഡി അനിവാര്യമല്ലെന്നായിരുന്നു വാസുവിന്റെ വാദം. പ്രായവും ആരോഗ്യസ്ഥിതിയും പരിഗണിച്ച് ജാമ്യം നൽകണമെന്ന അപ്പീലാണ് സുപ്രീം കോടതി തള്ളിയത്. താൻ കമ്മീഷണർ മാത്രമായിരുന്നു എന്നായിരുന്നു വാസുവിന്റെ വാദം. എന്നാൽ കേസിൽ ഇടപെടുന്നില്ല എന്നറിയിച്ചുകൊണ്ടായിരുന്നു കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. 72 ദിവസമായി ജയിലിൽ കഴിയുകയാണ് N വാസു. ആദ്യം ഹർജി പരിഗണിക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും പിന്നീട് കോടതി തന്നെ അത് തള്ളിക്കളയുകയായിരുന്നു. അതായത് ഒരുത്തനും ഒരു കോടതികളും ജാമ്യം കൊടുക്കുന്നില്ല. കോടതികൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇവർക്കെല്ലാം കൊള്ളയിൽ പങ്കുണ്ട് എന്ന്. നമുക്കറിയാം, ഒരു കേസിന്റെ വിധി വരുമ്പോൾ മാത്രമാണ് അയാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് വിധിക്കുന്നത്. അതുവരെ അയാൾ ആരോപണ വിധേയനാണ്. എന്നാൽ കോടതികളുടെ ഈ കേസിലുള്ള ഉത്തരവുകൾ പരിശോധിച്ചാൽ മതി. ദൈവത്തെ കൊള്ളയടിച്ചു, വൻ തോക്കുകൾ ഇതിലുണ്ട്, വമ്പന്മാർ ഇനിയും കുടുങ്ങാനുണ്ട് എന്നൊക്കെയാണ് കോടതികൾ പറയുന്നത്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും അത് തന്നെയാണ് പറയുന്നത്. അതായത് കോടതികൾക്ക് പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു ഈ കേസിൽ ഇവന്മാർക്കൊക്കെ പങ്കുണ്ടെന്ന്. ശബരിമല സ്വർണ്ണക്കൊള്ള തലയ്ക്ക് മുകളിൽ വാളായതോടെ ഓരോ CPM നേതാക്കളായിട്ട് രംഗത്തേക്ക് വന്ന് വെളുപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ കണ്ടതായിരുന്നു നിയമസഭയിൽ വലിയ പോര് നടക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട്. അതായത് CPM ആണ് പോറ്റിയെ കൊണ്ട് കയറ്റിയതെന്ന് കോൺഗ്രസും, അല്ല കോൺഗ്രസ് ആണ് കയറ്റിയതെന്ന് CPM-ഉം നിയമസഭയിൽ പോരടിക്കുന്ന കാഴ്ച കേരളം ഇന്ന് കണ്ടു. ഇതിനുശേഷമാണ് ഓരോരുത്തരായിട്ട് ഇപ്പോൾ വെളുപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് ഇടതുപക്ഷമല്ലെന്നും എന്നാൽ ജയിലിൽ കയറ്റിയത് LDF ആണെന്നും CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ പ്രതികരിച്ചു. കോൺഗ്രസിന്റെ സമുന്നത നേതാക്കൾക്കൊപ്പമുള്ള ഫോട്ടോയിലാണ് പ്രതികളെ കണ്ടത്. അടിയന്തര പ്രമേയം ചർച്ച ചെയ്താൽ ഇതെല്ലാം ചർച്ചയാകുമെന്ന് ഭയന്നാണ് പ്രതിപക്ഷം നോട്ടീസ് നൽകാതെ ബഹളം വെച്ചതെന്നും KK ശൈലജ പറഞ്ഞു. പ്രതിപക്ഷം എന്തിനാണ് സഭ സ്തംഭിപ്പിച്ചതെന്ന് KK ശൈലജ ചോദിച്ചു. യഥാർത്ഥത്തിൽ 10-17 അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ച് ചർച്ചയ്ക്ക് അനുമതി കൊടുത്തിട്ടുള്ള ഗവൺമെന്റാണിത്. ഞങ്ങൾ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാറില്ല. ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ നിയമസഭയിൽ ചർച്ചയ്ക്ക് വന്നാൽ അതെന്താണ് പരിഹാരമെന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്ന, തികച്ചും ജനാധിപത്യപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഗവൺമെന്റാണിത്. ഇന്നൊരു അടിയന്തര പ്രമേയം കൊണ്ടുവരാമായിരുന്നല്ലോ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് കേരള നിയമസഭയ്ക്കകത്ത് ചർച്ച ചെയ്യാമായിരുന്നല്ലോ. അടിയന്തര പ്രമേയം കൊണ്ടുവന്നാൽ ചർച്ചയ്ക്ക് അനുവദിക്കുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ പിൻവാങ്ങി. പോറ്റിയെ അറസ്റ്റ് ചെയ്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെന്നും KK ശൈലജ ചൂണ്ടിക്കാട്ടി. പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് LDF ആണോ? അല്ലല്ലോ. സ്വർണം കട്ട ആളും സ്വർണം വാങ്ങിയ ആളും കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രം വന്നു. നമ്പർ 10 ജനപദിൽ സാധാരണക്കാർക്ക് പ്രവേശനമില്ലാത്ത ഒരിടത്ത് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ എത്രയോ മാസങ്ങളോ വർഷമോ കാത്തു നിൽക്കേണ്ടുന്ന ഒരിടത്ത് ഒരുമിച്ച് അവിടെ സന്ദർശിക്കാൻ അവസരം കിട്ടി എന്നതും ശ്രദ്ധിക്കേണ്ട വിഷയമല്ലേ? ഇതെല്ലാം ചർച്ചയ്ക്ക് വിധേയമാകുമെന്ന് UDF-ന് നന്നായിട്ട് അറിയാം. ഞങ്ങൾക്ക് ശബരിമലയുടെ കാര്യത്തിലായാലും മറ്റേത് വിഷയത്തിലായാലും ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല. നിയമസഭയിൽ ചർച്ചയ്ക്ക് വരട്ടെ. അവിടെ ഒരു തരി സ്വർണം അയ്യപ്പൻ്റേത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞതെന്നും KK ശൈലജ പ്രതികരിച്ചു.
ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സോണിയാഗാന്ധിയുടെ ബന്ധം പറഞ്ഞ് ഭരണപക്ഷം നിയമസഭയിൽ പ്രതിരോധമൊരുക്കുന്നതിനിടെ വേറിട്ട നിലപാടുമായി ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ. കളങ്കിതനായ വ്യക്തിയെ സോണിയാഗാന്ധി വീട്ടിൽ കയറ്റുമെന്ന് താൻ കരുതുന്നില്ല എന്നായിരുന്നു കടകംപള്ളി പ്രതികരിച്ചത്. താൻ പോറ്റിയുമായി നിൽക്കുന്ന ചിത്രം പങ്കുവയ്ക്കുമ്പോൾ എതിർ ചിത്രങ്ങൾ വരുന്നത് സ്വാഭാവികമെന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയ്ക്ക് പുറത്ത് വിശദീകരിച്ചത്. സോണിയാഗാന്ധിയുടെ കൂടെയുള്ള ചിത്രം ഞങ്ങളൊന്നും ആയുധമാക്കുന്നില്ലല്ലോ. CPM-ന് പോറ്റിയുമായി എന്തോ ബന്ധമെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം ഉയർന്നു വന്നതാണ്. അടൂർ പ്രകാശ് നിരവധി ഫംഗ്ഷനിൽ പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട് എന്നും കടകംപള്ളി പറഞ്ഞു. ഞാൻ സ്വകാര്യമായിട്ടോ രഹസ്യമായിട്ടോ പോയിട്ടുള്ളതല്ല. മന്ത്രി എന്ന നിലയിൽ എൻ്റെ വാഹനത്തിൽ ഗൺമാനോടൊപ്പമാണ് പോയിട്ടുള്ളത്. എപ്പോഴൊക്കെ ശബരിമലയിൽ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ പോറ്റിയെ കണ്ടിട്ടുണ്ടെന്നും മുൻ ദേവസ്വം മന്ത്രി പ്രതികരിച്ചു. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഊരാക്കുടുക്കിലേക്കാണ് ഇപ്പോൾ CPM-ഉം അതുപോലെ തന്നെ മുൻ മന്ത്രിയും പോയിക്കൊണ്ടിരിക്കുന്നത്. കടകംപള്ളി ഇതിനു മുൻപ് എവിടെയും പറയാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. അതായത് തനിക്ക് നേരെ ഏകദേശം എല്ലാ കാര്യങ്ങളും തിരിയുന്നു, അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നുള്ള ഘട്ടത്തിലാണ് കടകംപള്ളി ഇപ്പോൾ പലതും തുറന്നു പറയാൻ തന്നെ തയ്യാറാകുന്നത്. എന്നാൽ അതൊന്നും വിലപ്പോകില്ല. കാരണം പറയാൻ ഒരുപാട് അവസരങ്ങൾ കടകംപള്ളിക്ക് ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ മൗനം പാലിക്കുകയായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ തലയ്ക്ക് മുകളിൽ വാളാകുന്ന രീതിയിലേക്ക് ശബരിമല മാറിയിരിക്കുകയാണ്. ഇവിടെയാണ് UDF-നും അടിപതർന്നുണ്ട്. കാരണം ഒരു അടിയന്തര പ്രമേയം അവർ അവതരിപ്പിക്കാതിരുന്നതിന് കാരണവും KK ശൈലജ പറഞ്ഞതുപോലെ തന്നെ ചോദ്യങ്ങൾ അവർക്ക് നേരെ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അവർക്കും ശബരിമലയിൽ നടന്ന കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ളത് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 പതിറ്റാണ്ട് കാലത്തെ അവിടെ നടന്ന ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.